അപ്പോൾ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ. ഇനി നമുക്ക് ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും? പ്രധാനമായിട്ട് തിരിച്ചടവ് തന്നെയാണ് കാര്യം. എടുക്കുന്ന വായ്പകൾക്ക് തിരിച്ചടവ് കൃത്യമാക്കുക, അത് തന്നെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയാതിരിക്കണമെങ്കിൽ, നല്ല ക്രെഡിറ്റ് സ്കോർ നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എടുക്കുന്ന വായ്പകൾ കൃത്യമായ ഇടവേളകളിൽ തിരിച്ചടച്ച് പൂർത്തിയാക്കുക. ഒരിക്കലും ഡിലേ പേയ്മെൻറ്റ് വരരുത്. പ്രത്യേകിച്ച് EMI ചാർജസ് ഒക്കെ അടയ്ക്കുമ്പോൾ പലർക്കും വരുന്നതാണ്, ഒരു ദിവസത്തേക്ക് പൈസ ഇടണം, തലേ ദിവസം തന്നെ അക്കൗണ്ടിൽ പൈസ ഇടണം. ഒരു ദിവസം വൈകിപ്പോയാൽ അവർ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആവുന്ന സാഹചര്യത്തിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ ബൗൺസ് ചാർജ് കയറും. ഈ ബൗൺസ് ചാർജ് സിബിൽ സ്കോറിനെ ബാധിക്കും, നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന ഒന്നാണെന്നും പറയുന്നത്. അതുപോലെ തന്നെ കുടിശ്ശികകളുണ്ടെങ്കിൽ, എന്തെങ്കിലും വായ്പ എടുത്ത് 1-2 പ്രാവശ്യം അടവ് മോശമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കുക. അതിട്ട് കൂട്ടാതെ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കുക, തീരുന്നില്ല. ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം 30% താഴെയാക്കി സൂക്ഷിക്കുക. ഇപ്പോൾ 50,000 രൂപ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1,00,000 രൂപയാണെങ്കിൽ അതിന് 30,000 40,000 രൂപയിൽ പരിധി വയ്ക്കുക എല്ലാ മാസവും. അത് നമ്മളെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റും. എല്ലാ മാസവും ബില്ല് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം കുറയ്ക്കുക. അനാവശ്യമായ പുതിയ വായ്പകൾ, ഇപ്പോൾ നമ്മൾ എല്ലാത്തിനും വായ്പകൾ എടുക്കുന്നൊരു സാഹചര്യം. കുട്ടികൾക്ക് കറങ്ങാൻ പോകണമെങ്കിലും ഇന്ന് വായ്പ ഓൺ വഴി, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫോൺ വഴി ആപ്പുകൾ ഉപയോഗിച്ചൊക്കെ വായ്പ എടുക്കുന്നു. ഈ ആപ്പുകളിൽ ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ സൈബർ തട്ടിപ്പിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് പറയും. ആപ്പുകൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. RBIയുടെ സൈറ്റിൽ അംഗീകാരമില്ലാത്ത ഒരുപാട് ആപ്പുകളുണ്ട്. അതിലൂടെയൊക്കെ പണം കടമെടുത്തിട്ട് വല്ലാതെ പെട്ടുപോകുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. ഒരുപാട് കുട്ടികളെന്നല്ല, മുതിർന്നവർ പോലുമുണ്ട്. പണം ഒരാവശ്യം വരുമ്പോൾ എടുത്തിട്ട് പെട്ടുപോകുന്നവർ. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആപ്പുകളിൽ നിന്ന് പണം എടുക്കാതിരിക്കുക. അനാവശ്യമായിട്ട് പണം എടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കൊരാവശ്യവുമില്ലെങ്കിൽ അടിച്ചുപൊളിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും വായ്പ എടുക്കരുത് നമ്മൾ. ഓക്കെ, അപ്പോൾ അനാവശ്യമായിട്ടുള്ള പുതിയ വായ്പകൾ ഒഴിവാക്കുക. കൃത്യമായി ക്രെഡിറ്റ് റിപ്പോർട്ട് മോണിറ്റർ ചെയ്യുക. അതിനാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാ വർഷവും ക്രെഡിറ്റ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ UPI ആപ്പുകൾ, ഇപ്പോൾ മൊബൈൽ ഫോണുകളിൽ ബാങ്കിൻ്റെ ആപ്പുകളുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ്. ഏതൊരു ബാങ്കിനും അതിന് നമുക്ക് ക്രെഡിറ്റ് സ്കോർ മോണിറ്റർ ചെയ്യാൻ കഴിയും, തീരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസിൽ മോണിറ്റർ ചെയ്യുന്നത് പോലെ തന്നെ ഫോൺപേ, ഗൂഗിൾ പേ, Paytm അങ്ങനെ തുടങ്ങിയ UPI ആപ്പുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ മോണിറ്റർ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്യുക. എപ്പോഴും നമുക്ക് അനുയോജ്യമായ ക്രെഡിറ്റ് സ്കോർ ആണ് എങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരിക്കലും കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറിലേക്ക് പോകരുത്. ഇപ്പോൾ 300 മുതൽ 900 വരെ, 300 മുതൽ 900 വരെ, എപ്പോഴും ഒരു 700-ന് മുകളിലോട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നിർത്തുക. 700-750-ന് മുകളിലോട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നിജപ്പെടുത്തുക. അത് കുറയുന്നൊരു സാഹചര്യം നമ്മൾ ഉണ്ടാവരുത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് വായ്പ ലഭിക്കും, അംഗീകാരം ലഭിക്കും. വായ്പ നൽകുന്നതിലേക്കുള്ള അംഗീകാരം ലഭിക്കുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കാൻ മുൻനിര സ്ഥാപനങ്ങളായി ഇന്ത്യയിൽ ഒരുപാട് ഏജൻസി, 4-5 ഏജൻസികൾ ഇന്ത്യയിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ അതിൻ്റെ പേരുകൾ പറയുന്നത്, ഒന്നാമത്തെന്ന് പറയുന്നത് സിബിൽ എന്ന് പറയുന്ന ഏജൻസിയാണ്. സിബിൽ എന്ന് പറയുന്ന ഏജൻസിയുണ്ട്, എക്സ്പീരിയൻ എന്ന് പറയുന്ന ഏജൻസിയുണ്ട്, എക്യുപാക്സ് എന്ന് പറയുന്ന ഏജൻസിയുണ്ട്, അതുപോലെ തന്നെ ക്രിസ് ഹൈമാർക്ക് എന്ന് പറയുന്ന ഏജൻസിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏജൻസികളുണ്ട്. ഇവരെയൊക്കെ നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് എന്നാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുവാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കൂടുതൽ കാലാവധിയിലുള്ള ഹൗസിംഗ് ലോൺ, കാർ ലോൺ തുടങ്ങിയ സെക്യൂരിറ്റിയുള്ള വായ്പകളുടെയും കുറഞ്ഞ കാലാവധിയുള്ള സെക്യൂരിറ്റി ഇല്ലാത്ത പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവയുടെയും ശരിയായ തിരിച്ചടവ് നമ്മൾ കൃത്യമാക്കുക. എപ്പോഴും മറ്റൊരാൾക്ക് ജാമ്യം നിൽക്കുന്ന വായ്പാ അക്കൗണ്ടും കൃത്യമായ രീതിയിൽ തിരിച്ചടവ് നടത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്, ജാമ്യം നിൽക്കുമ്പോൾ ജാമ്യക്കാരനെ കൂടെ എഫക്റ്റ് ചെയ്യും. കാരണം ലോൺ ആപ്ലിക്കേഷൻ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ബാങ്കും പറയുന്നില്ല ഇന്ന് തന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ബാങ്കിൽ തരണം. ഒരിക്കലും പറയില്ല. നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ് റൂള്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിന് പറ്റുന്നവരുണ്ടല്ലോ. ഇപ്പോൾ അധ്യാപകരുണ്ട്, ബാങ്ക് മാനേജർ തന്നെ നമുക്ക് ചോദിക്കാം, സാറേ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ ധൈര്യപ്പെട്ട് അവർ പറഞ്ഞു തരും.
അതുപോലെ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വീട്ടിൽ നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, വിദ്യാഭ്യാസമൊക്കെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞു മക്കളല്ല വലിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, മുതിർന്ന കുട്ടികളൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ജോലി ചെയ്യുന്ന പ്രായത്തിലൊക്കെയുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഇത് വായിപ്പിക്കാം, ഈ ആപ്ലിക്കേഷൻ ഒന്ന് വായിച്ചതാണ് എന്തൊക്കെയാണ് അതിലാണ് എല്ലാ കാര്യങ്ങളും തിരിച്ചടവ് മുടങ്ങിയാലുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. നമുക്ക് വരുന്ന വാർണിംഗ് ലെറ്റേഴ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് വായിക്കണം. ഒരു ബാങ്കും പറയുന്നില്ല. ഇതിൽ തന്നെ ജാമ്യക്കാരൻ്റെ വ്യവസ്ഥയും പറയുന്നുണ്ട്. ഈ ലോൺ എടുക്കുന്ന വ്യക്തി തിരിച്ചടച്ചില്ല എങ്കിൽ അത് ജാമ്യക്കാരനെ കൂടെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കൃത്യമായിട്ട് പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പാലിക്കണം. എന്തൊക്കെയാണ് എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, അതെങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് പറഞ്ഞു. ലോൺ എടുക്കുന്ന ആൾക്കാർ എപ്പോഴും തനിക്ക് കഴിയുന്ന ലോൺ, ഒരു മാസത്തെ നമുക്ക് മിച്ചം പിടിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ 500 രൂപ മിച്ചം പിടിച്ചാൽ, അല്ലെങ്കിൽ സേവിങ്സ് ആയിട്ട് കിട്ടിയാൽ ഒരു 300 രൂപ വരെ തിരിച്ചടയ്ക്കാവുന്ന, ഉദാഹരണമാണ് പറയുന്നത്, 300 രൂപ വരെ തിരിച്ചടയ്ക്കാവുന്ന വായ്പയെ നമ്മൾ കണ്ടെത്താവും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ടോപ്പിക്കിൽ നമുക്ക് കാണാം.